Hi guys, welcome to Wings Academy's online classes. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെന്നാ? മൗണ്ടെയിനിൽ നിന്നാണ് അല്ലേ? മലനിരകളിൽ നിന്നാണ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ റിവറിന്റെ ജേണിയെ 3 ഘട്ടങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് അപ്പർ കോഴ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത്? ഉപരിഘട്ടം എന്ന് പറയും. രണ്ടാമത്തെ ഘട്ടമാണ് മിഡിൽ കോഴ്സ് അല്ലെങ്കിൽ മധ്യഘട്ടം എന്ന് പറയും. മൂന്നാമത്താണ് കീഴ്ഘട്ടം അല്ലെങ്കിൽ ലോവർ കോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ റിവറിന്റെ ജേണിയെ 3 ഘട്ടങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പർ കോഴ്സ് ഉണ്ട്, മിഡിൽ കോഴ്സ് ഉണ്ട്, ലോവർ കോഴ്സ് ഉണ്ട്, ഉപരിഘട്ടമുണ്ട്, മധ്യഘട്ടമുണ്ട്, അതുപോലെ തന്നെ ഉള്ളതാണ് ഇത് കീഴ്ഘട്ടമുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ഘട്ടത്തിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓരോ കോഴ്സിലും റിവറിന് എവിടേക്ക് കൂടെയാണ് പോകുന്നത്, അതുപോലെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പർ കോഴ്സ് എന്ന് പറയുമ്പോൾ റിവർ എന്താ ചെയ്യുന്നത്? ഒറിജിൻ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പർ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവർ ഒറിജിൻ ചെയ്യുന്ന സ്ഥലമാണ്. റിവർ ഉത്ഭവിക്കുന്ന, നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ്. ഓക്കെ, നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയേ, റിവർ ഫ്ലോ ചെയ്യുന്നത് ഇതിലൂടെയാണെന്ന് പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്പിലൂടെയാണ്, കുത്തനെയാണ് ഒഴുകുന്നത്. ഓക്കെ, കുത്തനെയാണ് എന്ത് ചെയ്യുന്നത്? റിവർ ഒഴുകുന്നത് കേട്ടോ. കുത്തനെയുള്ള ചരിവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നദി ഒഴുകുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താന്ന് നോക്കിയേ, ഇവിടെ ഇറോഷൻ കൂടുതലാണ്, അപരദന പ്രക്രിയ കൂടുതലാണ്. അതായത് നദി നല്ല ചരിവിലൂടെ ഒഴുകി വരികയാണല്ലേ, നല്ല സ്പീഡായിരിക്കും. അപ്പൊ ഈ സമയത്ത് അവിടെ ഉണ്ടാവുന്ന എല്ലാ വസ്തുക്കളെയും നദി എന്ത് ചെയ്യും? എടുത്തുകൊണ്ടുവരും. ആ എടുത്തുകൊണ്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നേ? ഇറോഷൻ അല്ലെങ്കിൽ അപരദനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇറോഷൻ അവിടെ എന്താണെന്ന് പറയുന്നത്? കൂടുതലാണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? ഈ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ എവിടെയും അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല, നിക്ഷേപിക്കുന്നില്ല. അവരെന്താ പറയുക? ഇവിടെ എന്താ നെക്സ്റ്റ് പോയിന്റ് നോക്കി എന്താ പറയുന്നേ? നോ ഡിപ്പോഷൻ. ഇറോഷൻ ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല എന്ന് പറയുന്നേ? നിക്ഷേപണം അല്ലെങ്കിൽ ഡിപ്പോഷൻ ഇല്ല. ഈ അപ്പർ കോഴ്സിൽ ഉണ്ടാകുന്ന കുറച്ച് ഭൂരൂപങ്ങൾ പഠിച്ചോണം, നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക ടേംസ്. ഏതൊക്കെ ഭൂരൂപങ്ങളാണ് ഉണ്ടാകുന്നേ? വാലി ഉണ്ടാകുന്നുണ്ട്, വാട്ടർഫാൾ ഉണ്ടാകുന്നുണ്ട്, താഴ്വരകളും വെള്ളച്ചാട്ടവുമാണ് ഇവിടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോം അല്ലെങ്കിൽ ഭൂരൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? റിവർ ഇവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യണേന്ന് പറഞ്ഞു. ഏതിലൂടെയാണ് റിവർ പോണത്? കുത്തനെയുള്ള ചരിവിലൂടെയാണ് പോണേന്ന് പറഞ്ഞു. അവർ പോരുന്ന വഴിക്ക് അവിടെയുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അതിന് നമ്മൾ എന്താ പറയുന്നേ? ഇറോഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. അവിടെ എന്തില്ല? ഡിപ്പോഷൻ ഇല്ല, നിക്ഷേപണം ഇല്ല. അവർ എന്തൊക്കെ ഭൂരൂപങ്ങളാണ് ഈ കോഴ്സിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? വാലി ഉണ്ട്, താഴ്വരകളുണ്ട്, അതുപോലെയുള്ളതാണ് എന്ന് പറയുന്നേ വാട്ടർഫാൾ, വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് ആണ് എന്ന് പറയുന്നത് മിഡിൽ കോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മധ്യഘട്ടം എന്ന് പറയാം. ഇവിടെ റിവർ ഒഴുകണം നോക്കാം. പിക്ചർ നോക്കിയേ, ഏതിലൂടെ റിവർ ഒഴുകുന്നത്? ഫുഡ് ഹിൽസിലൂടെയാണ്, അടിവാരത്ത് കൂടിയാണ് റിവേഴ്സ് ഒഴുകുന്നത്. ഏതിലൂടെയാണെന്ന് പറയുന്നത്? അടിവാരത്ത് കൂടിയാണ് നദികൾ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 പ്രോസസ്സും ആക്റ്റീവ് ആണ്. ഏത് 2 പ്രോസസ്സും? അവർ അവിടെ കാണുന്ന വസ്തുക്കളെല്ലാം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കുറച്ചീശ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പോസിറ്റും ചെയ്യുന്നുണ്ട്, നിക്ഷേപണം നടത്തുന്നുണ്ട്. 2 പ്രോസസ്സും എവിടെ ആക്റ്റീവ് ആണെന്നാ പറയണത്? മധ്യഘട്ടം അല്ലെങ്കിൽ മിഡിൽ കോഴ്സിൽ ആക്റ്റീവ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണെന്ന് നോക്കി. ഏതൊക്കെയാണ് ഭൂരൂപം ഉണ്ടാകുന്നത്? മിയാൻഡേഴ്സും ഓക്സ്ബോ ലേക്കുകളുമാണ്. അതായത് മിയാൻഡറുകളും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ഉണ്ടാകുന്ന ഒന്നാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ഏതാണ്? മിയാൻഡറും ഓക്സ്ബോ തടാകവുമാണ്. ഇനി മൂന്നാമത്തെ കോഴ്സ്, ഏറ്റവും അവസാനത്തെ കോഴ്സ് ആണ് എന്ന് പറയുന്നത് ലോവർ കോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും മലയാളത്തില്? കീഴ്ഘട്ടം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ കീഴ്ഘട്ടമാകുമ്പോ നോക്കി, ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്, നദി ഒഴുകണ ഒരു സമതല പ്രദേശം, പ്ലെയിൻ ഏരിയ അല്ലെങ്കിൽ നിരപ്പായ ഏരിയ എന്ന് പറയും. നിരപ്പായ ഏരിയ ആകുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? വെള്ളത്തിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോവുക അല്ലെ. അപ്പൊ നമ്മൾ അതാ പറയുന്നത് എന്താണ്? ഫ്ലോ ത്രൂ പ്ലെയിൻ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്ലെയിൻ ഏരിയയിലൂടെയാണ് പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായിരിക്കും? ഇവിടെ വെള്ളത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അവിടെ എന്തായിരിക്കും എന്ന് പറയണേ? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ വെലോസിറ്റി ഒക്കെ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ നിന്നൊന്നും വലിക്കാൻ പറ്റുന്നില്ല, റിവേഴ്സ് ഒന്നും വലിക്കാൻ പറ്റില്ല. പയ്യല്ലേ വരുന്നത്. പയ്യെ വരുന്നതുകൊണ്ട് അവിടെ കിടക്കുന്ന ഒരു വസ്തുക്കളും റിവേഴ്സ് എടുക്കുന്നില്ല. പകരം റിവർ ചെയ്യണത്, റിവറിന്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു? പല സ്ഥലങ്ങളിലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ? നിക്ഷേപണം മാത്രമേ ഉള്ളൂ. ഡിപ്പോസിഷൻ പ്രോസസ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ആണ് ഏതെന്നൊക്കെ പറയുന്നത്. ഏതൊക്കെ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ്? ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ഡെൽറ്റ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്?
പ്രളയ സമതലങ്ങളും അതുപോലെയും ഡെൽറ്റയുമാണ് ഇവിടെ കാണുന്ന ഭൂരൂപം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രളയ സമതലങ്ങളും ഡെൽറ്റയുമാണ് ഇവിടെ കാണുന്ന ഭൂരൂപങ്ങൾ. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ കോഴ്സിലും ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ്. അതൊന്നും കൂടി സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിച്ചോണം. ആദ്യം പറഞ്ഞ കോഴ്സ് അപ്പർ കോഴ്സ് ഉപരിഘട്ടമാണ്. അവിടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോം വന്നിട്ട് ഏതൊക്കെയാണ്? വാലിയും വാട്ടർഫോളുമാണ്. മിഡിൽ കോഴ്സ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? മിയാൻഡേഴ്സും ഓക്സ്ബോ തടാകങ്ങളുമാണ്. ലോവർ കോഴ്സ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോം ഏതാണ്? ഫ്ലഡ് പ്ലെയിനും അതുപോലെ ഡെൽറ്റയുമാണ്. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്